ബിലാല് അനൗൺസ്മെന്റ് ഇല്ലേ, ബിലാൽ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് നമ്മളെല്ലാം അഭിനയിക്കുകയും ചെയ്തു. ഞാൻ ഈ കക്ഷികളോട് എല്ലാം പറയുകയും ചെയ്തു. ഡയറക്ടർ സാറിന് ഒരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഉണ്ണയാർ സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ സാറേ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബിലാൽ ടൂലുണ്ടോ, ബിലാൽ ടൂലുണ്ടോ, ബിലാൽ ടൂലുണ്ടോ എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ബിലാൽ ടൂലുണ്ടോന്ന് അറിയില്ല. ആ പടം വന്നിട്ട് കൊറോണ സമയത്ത് വന്നിട്ട് എല്ലാം ഓണായി വന്നതാണ്. ആ സമയത്ത് നടക്കണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങനെ പോയപ്പോൾ വന്നത് വരും എന്നൊക്കെ പറയാം. നാരദൻ സിനിമ ആഷിഖ് സാറിന് നാരദൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും വല്ലതും ഉള്ളതാണെന്ന് ചോദിച്ചു. എന്നോട് കുറച്ച് വ്യക്തത എനിക്ക് പടത്തിലുണ്ട്, പട്ടുകുഞ്ഞിനും പൂച്ചക്കുഞ്ഞിനും വിൽക്കലല്ല, വേറെ ചില എങ്കിലേക്ക് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള നടക്കുമ്പോ കാണും, പിന്നെ നടക്കുമ്പോ കാണും. അപ്പൊ വലിയ സംഭവമായിട്ടുണ്ടല്ലോ, അത് പറഞ്ഞില്ല പുള്ളി കേട്ടില്ല. അതുപോലെ ക്ലൈമാക്സ് വന്നിട്ടുള്ളൂ. അപ്പൊ അപ്പൊ ബിലാലില് വലിയ സംഭവമായിട്ട് ജാഫർ ഖാൻ എന്തായാലും കാണാൻ പറ്റും. അതെ, ഞാൻ പറയുന്ന സംഭവം തന്നെ നിങ്ങൾ പറ. ഇതിപ്പോ നാളെ കഴിഞ്ഞ് ഇറങ്ങാൻ പോണ പടമല്ലല്ലോ. ഇതിന് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ 2-3 കൊല്ലം എടുക്കുമായിരിക്കും ഈ പടമൊക്കെ ഇറങ്ങി വരുന്നത്. ആ പടം തുടങ്ങുവാണെങ്കിൽ അതിനകത്തുണ്ട്. അല്ല വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എപ്പോഴാ വരികയെന്ന് മാത്രം പറഞ്ഞു. അറിയാമോ, ഒരു പത്രം ഇതാക്കി വെച്ചിരിക്കുന്നതിന്. പിന്നെ വേറെ കാര്യം നോക്കണം, രാജാവ് മറ്റേ അതിനകത്ത് ഒരു രാജപദവി അലങ്കരിക്കുന്ന ഒരു കഥാപാത്രം ചെയ്താണ് മമ്മൂക്കായ. അദ്ദേഹമൊക്കെ ഏതൊക്കെ പടം കമ്മിറ്റ് ചെയ്തിട്ടാണ്, അമൽദീർ സാറ് ഏതൊക്കെ പടം കമ്മിറ്റ് ചെയ്തിട്ടാണ്. ഇതെല്ലാം ഒത്തണിങ്ങി വരണ്ടേ, അങ്ങനെ ഒരു പടം ശരിയാവുള്ളൂ. അത് ഓടിച്ചെന്നിട്ടൊരു പടം നമ്മൾ പറയുന്ന സാധനം പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. ഒത്തണിങ്ങി വല്ല എല്ലാവരുടെയും അതിന്റെ കാരണാംശം. ആദ്യത്തെ ഡയലോഗ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ്. മറ്റേ അതന്നെ അറിയില്ല എങ്ങനെയെങ്കിലും മാറ്റന്നെ. അതിപ്പോ ചോദിച്ചു നമ്മള് ഈ സമയം പറഞ്ഞു. അതിപ്പോ അത് നടക്കാൻ വേണ്ടി എല്ലാവരും അന്വേഷിച്ചു വേറെ പടം ചെയ്തോണ്ടിരിക്കും. അല്ല, ആളുകൾക്ക് ക്യൂരിയോസിറ്റി ആണ് ഇത് ആകെ, അതുകൊണ്ടാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. പടത്തിന്റെ ഒരു റേഞ്ച്, ആ പടം നിന്നത് അങ്ങനെയായിരുന്നു. ആ പടം എല്ലാവർക്കും അന്നത്തെ സമയത്ത് ആ പടം പിള്ളേരെ എല്ലാം ഉണർവിലേക്ക് കൊണ്ടുവന്നൊരു സിനിമയാണ് അല്ലേ, എല്ലാവരും മനസ്സിലില്ലേ? അത് ആ മനസ്സിലില്ല, അത് കിടക്കുമ്പോഴത്തേക്ക് അത് ഇനി അത് താന്നു പോരുത്. അതിനുവേണ്ടി പണിപ്പെടും, പണിപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും അവര്. താന്നു വാങ്ങുള്ളൂ.